വിവാദ വ്യവസായി VM രാധാകൃഷ്ണൻ അടക്കമുള്ളവരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയ സർക്കാർ നടപടിക്കെതിരെ പൊതുപ്രവർത്തകനായ ജോയി കൈതാരത്ത് നൽകിയ ഹർജി പരിഗണിച്ച ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഈ ഉത്തരവ് പരിഗണിച്ചാണ് വിജിലൻസ് ഡയറക്ടർ ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പാലക്കാട് വിജിലൻസ് എസ്പിക്ക് നിർദ്ദേശം നൽകിയത്. പ്രധാന പ്രതി പ്രകാശ് ജോസഫിനെ കൂടാതെ VM രാധാകൃഷ്ണൻ, S വടിവേലു, M സുന്ദരമൂർത്തി, K പത്മകുമാർ, G വേണുഗോപാൽ എന്നിവരെ പ്രതി ചേർത്ത് വിജിലൻസ് പുതിയ FIR രജിസ്റ്റർ ചെയ്തു. 2015 ജൂലൈ 4-ന് അന്നത്തെ അഡീഷണൽ വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ് നടത്തിയ ത്വരിത പരിശോധനയിൽ ഇവർ പ്രതികളാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ മുൻ വിജിലൻസ് ഡയറക്ടർ വിൻസൻ പോളും അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയും ചേർന്ന് ഇവരെ ഒഴിവാക്കുകയായിരുന്നു. ഇത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്നായിരുന്നു ഹർജിക്കാരന്റെ ആരോപണം. കേസന്വേഷണം വീണ്ടും സജീവമാകുന്നതോടെ മലബാർ സിമന്റ്സിലെ അഴിമതിക്ക് പിന്നിലെ രാഷ്ട്രീയ ബന്ധം പുറത്തുവരുമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ മുൻ കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെയും മക്കളുടെയും മരണത്തിന്റെയും ചുരുളഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ടോബി ജോൺസൺ, മീഡിയ 1, കൊച്ചി.